ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. 2 days ഇന്നലെയോ മെനിങ്ങാന്നോ ആണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ന്യൂസ് കണ്ടു. ഒരു പെൺകുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ +1 തോന്നുന്നു, കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അതിൻ്റെ കുട്ടിയുടെ ഫാദറും ടീച്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫാദർ തന്നെ കുഞ്ഞിനെ അടിച്ചു. ആ അടിയിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം എഴുതും, എക്സാം വരും, നമ്മൾ പഠിക്കും, നമ്മൾ എഴുതും, നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം എഴുതും. പക്ഷേ അതിലെത്ര മാർക്സ് കിട്ടി എന്നുള്ളത് ഒരിക്കലും അവരുടെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ ജീവിത നിലവാരത്തിനെയോ ബാധിക്കുമെന്നുള്ള ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു അന്ധമായ വിശ്വാസം നമ്മളിൽ കുറച്ച് പേരൻസിനെങ്കിലും ഒക്കെ ഉണ്ട്. നല്ല മാർക്ക്, തീർച്ചയായും നല്ല മാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വാങ്ങണമെന്നാണ് ഓരോ പേരൻസിൻ്റെയും ആഗ്രഹം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുകയും ഒക്കെ, ചിലരൊക്കെ ട്യൂഷൻ സെൻറ്റേഴ്സിൽ അയക്കുന്നു, എക്സ്ട്രാ ട്യൂഷൻസ് കൊടുക്കുന്നു, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു മാർക്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മാരകമായ പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സും ശരീരവും അത് തളർത്താൻ മാത്രമേ ഉപയോഗപ്രദമാവുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഒരു പാരൻസും അത്തരത്തിൽ സ്വന്തം മക്കളെ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമുക്ക് വലുത് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാണല്ലേ. കുഞ്ഞിൻ്റെ ജീവൻ ഉണ്ടെങ്കിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ 10-18 വയസ്സ് വരെയൊക്കെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും പെടുന്ന കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല അല്ലേ. അവരുടെ ഓരോ ചെറിയ നീക്കങ്ങൾ പോലും ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടാണ് പോകുന്നത്. തീർച്ചയായും നമ്മുടെ മക്കളെ നല്ല മാർക്സ് വാങ്ങാൻ വേണ്ടി പര്യാപ്തരാക്കേണ്ടത് നമ്മുടെ ഓരോ രക്ഷകർത്താവിൻ്റെയും ഓരോ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല. ചില പ്രവേശനങ്ങൾക്ക്, അതായത് ചില പഠന പ്രവേശനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നുള്ള ക്രൈറ്റീരിയ നമ്മുടെ മുന്നിലുള്ളപ്പോൾ തീർച്ചയായും നല്ല മാർക്സ് വാങ്ങേണ്ടത് നമ്മുടെ ഓരോ മക്കളുടെയും ഡ്യൂട്ടിയാണ്. പ്ലസ് അത് നമ്മുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ അത് മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. അല്ലാതെ ഏത് തരത്തിലുള്ള ഒരു പ്രചോദനവും അതുപോലെ തന്നെ മോട്ടിവേഷനും ഒക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതുപോലെ എക്സാം സമയത്ത് കുഞ്ഞുങ്ങളെ അവരുടെ ഒരു ഏകാഗ്രത, ഒരു കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ കുഞ്ഞുങ്ങളുടെ പുറത്ത് തീർക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ തീർത്തും പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്ത് മാർക്സ് കിട്ടിയാലും അവർ നമ്മുടെ മക്കളാണ്. നാളെ അവർ നല്ല നിലയിലെത്തി സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് നമ്മൾ ഓരോ പാരൻസും നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ മുഖത്തുള്ള ചിരി ഒരിക്കലും മായാതിരിക്കട്ടെ. കുഞ്ഞുമക്കളും അവരവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം പഠിക്കാനുള്ള എഫേർട്സ് ഇടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അവിടെ നമ്മുടെ ശ്രദ്ധയും കരുതലും പ്രാർത്ഥനയുമാണ് വേണ്ടത്. അല്ലാതെ അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അവരുടെ മാനസികവും ശാരീരികവുമായ സന്തോഷത്തെ കെടുത്തുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. ഓരോ കുഞ്ഞിൻ്റെയും ജീവൻ എന്ന് പറയുന്നതാണ് ഓരോ പാരൻസിനും ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. ജീവൻ കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തുമല്ലേ. ഒരു മാർക്സിന് വേണ്ടി സ്വന്തം മക്കളെയൊക്കെ അടിച്ച് അവരുടെ ജീവൻ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് എത്ര നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചുള്ള ഒരു ക്രൂരമായ പ്രവൃത്തിയും പാരൻസായ നമ്മുടെ ഭാഗത്ത് നിന്ന് മാർക്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ശരിയല്ല എന്നുള്ള ഒപ്പീനിയനാണ്. ഇത് ഏതെങ്കിലും ഒരു പാരൻറ്റിനെങ്കിലും ഒരു പ്രചോദനമാകുന്നുവെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഉടനെ തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.
Take care. See you. God bless you.